ബുഷ് പറഞ്ഞത് അല്ല ബുഷ് അല്ല ട്രംപ് പറഞ്ഞത് ട്രംപ് പൊക്കി ഒരു അടി കൊടുക്കണം. ഫസ്റ്റ് ട്രംപ് പറഞ്ഞത് ഒന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്, അതായത് ട്രാൻസ് ആയ വ്യക്തികളും ട്രാൻസ്ജെൻഡർ ആയി മാറി സ്ത്രീ ആയ വ്യക്തികളും എല്ലാവരും ഒരു ജെൻഡറിലേക്ക് മാറി. അത് ട്രംപിനെ അടിക്കണോ ബുഷണ്ണനെ അടിക്കണോ? ജാസി പറഞ്ഞ പിന്നെ ഒന്നും പറയാം. ജാസിയും കൂട്ടുകാരും സമരത്തിന് ഇറങ്ങിയ വീഡിയോസും കാര്യങ്ങളും കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ സംഭവം എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് ഒരു പുതിയ ബില്ല് അമെന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ അമെന്റ്മെന്റ് ബിൽ ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് 2020 പുതിയതായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അതായത് ഫിസിക്കലി ആയിട്ടും ബയോളജിക്കലി ആയിട്ടും ശാരീരിക മാറ്റം സംഭവിച്ച ആൾക്കാരെ മാത്രമേ ഇനി മുതൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് കണക്കാക്കത്തുള്ളൂ. അവർക്കേ ഉള്ളൂ ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും എന്താ പറയാ സംവരണങ്ങളൊക്കെ ഇനി മുതൽ കിട്ടത്തുള്ളൂ എന്നാണ് ഈ ബില്ലിലൂടെ പറയുന്നത്. സ്വമേധയെ ഡിസിഷൻ എടുത്തിട്ട് ഇതുപോലെ ശാരീരിക മാറ്റം സംഭവിച്ചെന്നും പറഞ്ഞുകൊണ്ട് തുണിയും കുപ്പായം മാറ്റി ഇറങ്ങുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡർമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇതുമൂലം പല ആൾക്കാരെയും എന്താ പറയാ പല രീതിയിൽ ഇവര് ചൂഷണം ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടമാനുണ്ട്. നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ലപോലെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ സ്വയം ഡിസിഷൻ എടുത്തിട്ട് ഇതുപോലെ നാട്ടിൽ ഇറങ്ങിയിട്ട് ആളുകളുടെ ഇടയിൽ വെറുതെ കോപ്രായം കാണിക്കുന്ന ഒരുപാട് ആളുകൾക്കെതിരെയാണ് ഈ നിയമം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമരം ഒരിക്കലും ഒറിജിനൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ റോട്ടിൽ ഇറങ്ങിയിരിക്കുന്ന ഇവരെല്ലാവരും ഇതുപോലെ ആഘോഷിക്കുകയാണ്. ചെണ്ട കൊട്ടിയിട്ടും പാട്ട് പാടിയിട്ടും റോട്ടിൽ ഇറങ്ങിയിട്ടും ഒക്കെ ആയിട്ട്. എന്തായാലും ഒരു ഒറ്റ കെട്ടാണ് കേട്ടോ, ടീമുണ്ട് കേട്ടോ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും സെറ്റായിട്ട് ഇറങ്ങും റോട്ടിൽ. ഈ ബില്ല് എന്തായാലും പാർലമെന്റിൽ മന്ത്രി ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ നിയമം നടപ്പിലായി കഴിഞ്ഞാൽ, ബില്ല് പാസ്സായി കഴിഞ്ഞാൽ എന്താവുന്നില്ല നമ്മുടെ ജാസിന്റെ അവസ്ഥ ഇനി കണ്ടറിയുന്നതിന് വേണ്ടി വരും.